المرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ റമദാനിലെ നമ്മുടെ അവസാനത്തെ ഖുർആൻ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 20 മിനിറ്റ് ചന്ദ്രൻ അസ്തമിക്കാണ്ട്. അപ്പോൾ കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. കണ്ടാൽ വെള്ളിയാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കും. അപ്പോൾ പിന്നെ ശനിയാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടാകില്ല. ഇനി 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച പെരുന്നാളും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടാണെങ്കിലും അടുത്ത ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാകില്ല. അപ്പം റമദാനിലെ അവസാനത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആ നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചോനെ, ഈ റമദാൻ വരെ, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ഖുർആൻ പഠിക്കുന്ന ഒരാളായി മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത റമദാൻ വരേക്കും ഇതേപോലെ ഖുർആൻ പഠിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ഒക്കെ എനിക്ക് നൽകണമേ എന്ന് ഓരോരുത്തരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും നൽകുന്നത് അവൻ്റെ കലാമ് പഠിക്കുന്ന ആളുകൾക്കായിരിക്കും എന്ന തിരിച്ചറിവ് നമ്മളിൽ ഏത് സമയത്തും ആവശ്യമാണ്. അതുകൊണ്ട് സൂറത്ത് നഹലിൽ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. സൂറത്ത് നഹലിൽ മറിക്കണ്ട, കേട്ടാൽ മതി. സൂറത്ത് നഹലിൽ അല്ലാഹു തആല 2 തരം മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 തരം മരണം. അതിൽ ഒന്ന് വളരെ പ്രയാസകരമായ മരണമായിരിക്കും. മലക്കുകൾ മുഖത്തും പുറത്തുമൊക്കെ അടിച്ച് ആത്മാവിനെ വളരെ നിർദ്ദയം, ഒരു ദയവുമില്ലാതെ ആത്മാവിനെ ഊരിയെടുക്കും അവർ. അത് അങ്ങനെ ഒരു ഭീകരമായ ഒരു മരണം അല്ലാഹു തആല മനുഷ്യരിൽ ഒരു വലിയ വിഭാഗത്തിന് കൊടുക്കുമെന്നാണ്. പലരും അങ്ങനെ മരിക്കുക, കൂടുതൽ ആളുകളും. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അവർ ത്വയ്യിബീങ്ങളായിരിക്കും. അവർ മരണപ്പെടുമ്പോൾ മലക്കുകൾ സലാം പറയും. മരിപ്പിക്കാൻ വരുന്ന മലക്കുകൾ സലാം പറയും. എന്നിട്ട് അവർക്ക് അനുമോദനങ്ങൾ പറയും. നമുക്ക് പോകില്ലേ എന്ന് ചോദിക്കും. വളരെ സമാധാനത്തോടെ ശാന്തമായ രൂപത്തിൽ അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കുകൾ അവരുടെ ആത്മാവിനെ പിടികൂടും. അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു മരണം. അല്ലാഹു അത്തരത്തിലുള്ളൊരു മരണം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 2 മരണത്തെക്കുറിച്ച് പറയുന്നതിന് ഇടയിൽ ഒരു ആയത്തുണ്ട്. സൂറത്ത് നഹലിൽ മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. ആ 2 ആയത്തുകൾക്കിടയിൽ ഒരു കാര്യം അല്ലാഹു പറയാണ്. വഖീല ലില്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും ഖാലൂ ഖൈറ ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന വലദാറുൽ ആഖിറത്തി ഖൈർ വലനിഅമ ദാറുൽ മുത്തഖീൻ. എന്താണ് ആയത്ത്? അല്ലാഹു പറയാണ്, മുത്തഖീങ്ങളോട് ചോദിക്കപ്പെടും, മാദാ അൻസല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് ഇറക്കിത്തന്നത്? നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് ഇറക്കിത്തന്നത്? അല്ലാഹു മഴ ഇറക്കി തന്നിട്ടുണ്ട്, റിസ്ക് ഇറക്കി തന്നിട്ടുണ്ട്, പലതും ഇറക്കി തന്നിട്ടുണ്ട്. അവർ പറയും ഖാലൂ ഖൈറ. മുത്തഖീങ്ങളായ ആൾക്കാരുടെ ചോദ്യം, വഖീല ലില്ലദീന തഖൗ, മുത്തഖീങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, എന്താ ഇറക്കി തന്നതെന്ന്. ഖാലൂ, അവർ പറയും ഖൈറ, ഞങ്ങൾക്ക് ഖൈർ മാത്രമാണ് കിട്ടിയത്, ഖൈറാണ് കിട്ടിയത്. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, ഈ ദുനിയാവിൽ നല്ലത് ചെയ്ത ആളുകൾക്ക് നല്ലത് തന്നെയാണ് കിട്ടുക. വലദാറുൽ ആഖിറത്തി ഖൈർ, ആഖിറത്തിലെ വീട്, ദാറ്, അതാണ് ഏറ്റവും ഖൈറായത്. വല നിഅമ ദാറുൽ മുത്തഖീൻ,
അവിടെയുള്ള മുത്തഖീങ്ങളായ ആളുകളുടെ വീട് എത്ര വിശിഷ്ടമായ എത്ര നല്ല വീടാണ് അള്ളാഹു പറയണേ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ല്, നമ്മുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ മഹലുണ്ടാവും. ആ മഹലിൽ ഒരു ഖബർസ്ഥാനുണ്ട്. നമ്മളെ വാപ്പ മരിച്ചു കിടക്കുന്ന ഖബർസ്ഥാൻ, നമ്മളെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്ന ഖബർസ്ഥാൻ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കിടക്കുന്നൊരു ഖബർസ്ഥാൻ ഉണ്ട് അവിടെ. ആ ഖബർസ്ഥാനിൽ 6 അടി മണ്ണ് നമുക്ക് വേണ്ടിയും നാളെ കുഴിക്കും. 6 അടി മണ്ണ് 1.5 ചാൺ വീതിയിൽ അത് നാളെ നമുക്ക് വേണ്ടിയും തുറക്കാനിരിക്കുന്നുണ്ട്. എപ്പോൾ, ഏത് ദിവസം, ഏത് സമയത്ത് എന്ന് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം, ഒരു മുന്നൊരുക്കം നമുക്കൊക്കെ ആവശ്യമാണ്. മാതാ അൻസല റബ്ബുക്കും കാലു ഹൈറ. അള്ളാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇപ്പോൾ ഈ പരിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിതുവരെ ചെയ്തതൊക്കെയും അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ഉറക്കൊഴിച്ചിട്ടുണ്ട് നമ്മൾ. ഷഅബാനിൽ ഉറങ്ങിയ പോലെ നമ്മൾ റമദാനിൽ ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ ഉറക്കം കുറവാണ്. നമ്മളൊരുപാട് ഖുർആൻ ഓതി, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, പലരും ഖത്മ് തീർത്തു, ഖുർആൻ ഒരു തവണ ഓതി തീർത്തു. സാധാരണ അല്ലാത്ത രൂപത്തിൽ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഒരു സമാധാനമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു കബൂൽ ചെയ്യൽ ആരിൽ എന്നാണ്? മുത്തഖീങ്ങളിൽ എന്നാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. അല്ലാഹു തആല അത് പൂർണ്ണമായും നേടാനുള്ള ഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ആമന റസൂലിലെ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൽ 9 കാര്യങ്ങൾ മറക്കുമെന്നുള്ള പറഞ്ഞു. ആ 9 കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അതിലെത്ര കാര്യങ്ങൾ പറഞ്ഞു? 3 പറഞ്ഞു. 1, ദുനിയാവിൻ്റെ നസീബ് മറക്കരുത്. 2, അള്ളാഹിൻ്റെ ഫദ്ല് മറക്കരുത്. 3, എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ മറന്നുകൊണ്ട് പലതും ചെയ്യുന്നുണ്ട്. അതിലാണ് എന്ത് വരിക ഞങ്ങൾ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ റമദാനിൽ പ്രത്യേകിച്ച് അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം എന്താ റബ്ബിനോട്? അല്ലേ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബുൽ അഫ്വ. അഫുവാണ് ചോദിക്കണത് അല്ലേ? എന്താ അഫുവ് എന്ന് പറഞ്ഞാൽ? പൊറുക്കലാണോ അഫുവ്? അല്ല, മാപ്പാണ്. പൊറുക്കൽ മഗ്ഫിറത്താ, രണ്ടും ഒന്നാണോ? മഗ്ഫിറത്തും അഫുവും ഒന്നാണോ? ഒന്ന് പൊറുക്കൽ, ഒന്ന് മാപ്പാക്കൽ. എന്താണ് അത് രണ്ടും വ്യത്യാസം? മഗ്ഫിറത്താണോ മീതെ, അഫുവാണോ മീതെ? നമ്മൾ പഠിക്കണം. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ ഉപാധികളോടെ അള്ളാഹ് പുറത്തു തരുന്ന കാര്യമാണ് മഗ്ഫിറത്ത്. ഉപാധികൾ വെച്ചിട്ട് ഇന്നത് ചെയ്താൽ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ 100 പാപങ്ങൾ പൊറുക്കപ്പെടും. പ്രാർത്ഥിച്ചാൽ ഉപാധി ഉണ്ട്. കൂലു കൗലൻ സദീദ, നല്ല വാക്ക് പറയണം. പറഞ്ഞാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ ഉപാധികൾ വെച്ചിട്ടുള്ള പൊറുക്കലാണെന്ത്? മഗ്ഫിറത്ത്. അഫു എന്ന് പറഞ്ഞാൽ ഉപാധികളൊന്നുമില്ലാതെ പുറത്തു തരിക. ഉപാധികളില്ലാത്ത മഗ്ഫിറത്തിനാണ് അഫു എന്ന് പറയുക. ഉദാഹരണത്തിന്, ഒരു ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു സാധാ പെണ്ണല്ല, അവൾ ദുർമാർഗിയായ പെണ്ണാണ്, ചീത്ത പെണ്ണാണ്. ആ പെണ്ണ് വഴിവിട്ട് ജീവൻ നയിക്കുന്ന പെണ്ണാണ്, വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണാണ്. ആ പെണ്ണ് ഒരു നായ ഒരു കിണറിൻ്റെ വക്കിൽ നിന്ന്
വിശന്ന് ദാഹിച്ച് പ്രയാസപ്പെടുന്ന രംഗം കണ്ടപ്പോൾ ആ പെണ്ണ് കിണറ്റിലിറങ്ങിയിട്ട് ഷൂയിൽ വെള്ളം എടുത്തിട്ട് ആ നായക്ക് കൊടുത്തു എന്നാ ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസാട്ടാ. ഇമാം ബുഖാരി മുസ്ലിം ചേർന്ന് ഇപ്പോൾ ഹദീസ് റസൂൽ പറയാണ് ആ പെണ്ണ് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഏത് തോന്നിയാസം ചെയ്തിട്ട് നായക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകുന്ന ആണോ? അല്ല. ആ സംഭവം അഫ്വ സൂചിപ്പിക്കണത്. അത് അഫ്വാണ്. എന്താ? അള്ളാഹു ഉപാധികളില്ലാതെ അങ്ങോട്ട് മാപ്പ് കൊടുക്കുകയാണ്. ഞാനിത് എന്തിനാ പറഞ്ഞറിയോ? സ്വന്തത്തെ മറക്കരുത് എന്ന് പറഞ്ഞ വിഷയം നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിൻ്റ് അതാണല്ലോ. നമ്മളൊരവസ്ഥ എന്താ പറയുക, നമുക്ക് നാളെ നമ്മളെ അമൽ അള്ളാഹു തആല വിചാരണക്ക് കൊണ്ടുവരുമ്പം നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും എന്നറിയോ? ആലോചിക്കണോ? നമ്മളെ അമൽ നാളെ വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? അമലുകളുടെ വിഷയം, തിന്മകളല്ല. നമ്മളെ അമലുകൾ നാളെ വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും എന്നറിയോ? അമലുകൾ അവിടെ കാണാണ്ടാവില്ല എന്നുള്ളതാണ്. അമലുകൾ കാണാണ്ടാവില്ല. നമ്മൾ ചെയ്ത കുറേ അമലുണ്ടല്ലോ, നമ്മളെ പ്രതീക്ഷ എന്താ? വൽ ബാക്കിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമൽ പ്രതീക്ഷ. അത് അമലാണ്, അമലല്ല, അമൽ പ്രതീക്ഷ. ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മളെ ബാക്കിയാത്തു സ്വാലിഹാത്താണ്. നമുക്ക് ബാക്കി ഉണ്ടാകുന്നത് നമ്മൾ കരുതുന്ന കർമ്മങ്ങളാണ്. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? സാധനം കാണാനുണ്ടാവില്ല. അത് ചോർന്നു പോയി. അത് ഇവിടുന്ന് തന്നെ പോയി. നമ്മളെ അവസ്ഥ, നമുക്ക് അഫ്വ് ആവശ്യമായിട്ട് വരുന്ന സംഗതിയാണ് പറയണത്. അഫ്വ് ആവശ്യമായിട്ട് വരുന്ന സംഗതിയാണ് പറഞ്ഞത്. നമ്മൾ ചെയ്തത് അവിടെ കാണാനില്ല, ചോർന്നു പോയി. ഓട്ടപാത്രത്തിലാണ് നമ്മൾ ഇതുവരെ വെള്ളം പാർന്നത്. ഓട്ടപാത്രത്തിൽ വെള്ളം പാർന്നവരായി മാറി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? വേറൊരാളെ ഇബാദത്തിന് മാർക്കിടുന്ന ആൾക്കാരാകരുത് നമ്മൾ. വേറെയുള്ള ആൾക്കാരെ ഇബാദത്തിന് മാർക്കിടുന്നവരാവരുത് നമ്മൾ. നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് അറിയോ? അലൈക്കും അംഫുസക്കും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ സ്വന്തം കാര്യം അവനവനൊന്ന് നോക്കണം. അതിത് മാറിപ്പോവാണ്. നമ്മൾ ചെയ്യുന്ന ഇവിടുന്ന് തന്നെ ഇല്ലാതാകണം. ചെയ്ത അമലൊക്കെ ഇവിടുന്ന് തന്നെ ഇല്ലാതാകാം. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഒരു പെണ്ണ്, ഇതിലേറ്റവും വലിയ ഓട്ടപാത്രം സ്ത്രീകളുടെ അമലുകളായിരിക്കും. റസൂൽ തന്നെ പറഞ്ഞത്, വെറുതെ പറയല്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പെണ്ണ് ഖിയാമുൽ ലൈൽ നിർവഹിച്ച് രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ആ മുസല്ലി തന്നെ ഇരുന്നു. സുബീൻ്റെ സുന്നത്ത് സുബി നിസ്കരിച്ചു. ആ മുസല്ലി തന്നെ ഇരുന്നു. അവൾ ഖുർആൻ ഓതി. ഉദയത്തിന് ശേഷം അവൾ ഇഷ്റാഖ് നിസ്കരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ളുഹി നിസ്കരിച്ചു. ആക്കെ നിസ്കരിച്ചിട്ട് മുസല്ല മടക്കിച്ചിട്ട് ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത്, വേലിൻ്റെ അപ്പുറത്ത് അയൽവക്കത്തെ പെണ്ണുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഫസ്റ്റ് ചോദിച്ചത്, അല്ല ഇന്നലെ എന്തേനും അവിടുന്ന് ഒരു ഒച്ച ഇട്ട്? ഇന്നലെ അപ്പുറത്ത് ഭയങ്കര വർത്താനീനല്ല അവിടെ, എന്തേ വിഷയം എന്ന് ചോദിച്ചു. ഭയങ്കര വർത്താനീനല്ല അവിടെ, എന്തേ വിഷയം? അപ്പോൾ പിന്നെ ചൂലക്കടത്ത് ചാണ്ടി എന്ന്. പിന്നെ അതറിയണം. പിന്നെ ആ വർത്താനായി അതോടുകൂടി എന്തായി? പോയില്ലേ? ഒക്കെ പോയി. ഇനി ഉണ്ടായിട്ട് വേണം. പള്ളിക്കന്ന് നിസ്കരിച്ച്, ജമാഅത്ത് നിസ്കരിച്ച്, ഇതൊക്കെ നിസ്കരിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേറൊരാളെ കണ്ട് നടന്നിങ്ങനെ വരുമ്പം, അല്ല നിങ്ങൾ ഒറ്റക്കുള്ള മറ്റാളോടെ? മറ്റവൻ്റെ കഥ ഒന്നും പറയണ്ട, ഓൻ അങ്ങനെ തന്നെയെന്ന് പറഞ്ഞ്. എന്ത്? അതിങ്ങനെയാണ്. കഴിഞ്ഞോ? വേറൊരാളെ പറ്റി സംസാരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അലൈക്കും അംഫുസക്കും ഖുർആൻ പറഞ്ഞ. അതോടുകൂടി എന്തായി? അമല് പോയി.
നമ്മൾ പരലോകത്ത് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതാണ്. നമ്മളെ അമലുകൾ ഉണ്ടാകൂല അവിടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അവിടെ മഗ്ഫിറത്തിൻ്റെ പുറമെ എന്ത് വേണ്ടി വരും? അഫ്വ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ പഠിക്കണ സാധനം ഏതാ? ആമന റസൂലല്ലേ? ആമന റസൂലിൻ്റെ അവസാന ഭാഗം നോദിക്കാണി, വഅഫു അന്നാ വഗ്ഫിർ ലനാ. അവിടെ അഫ്വാണോ മഗ്ഫിറത്താണോ ആദ്യം? അഫ്വാണ്. വഅഫു അന്നാ. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാ. അങ്ങ് വഗ്ഫിർ ലനാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വഅഫു അന്നാ എന്ന് പറയണ്ട. ഉപാധികളില്ലാത്ത മാപ്പാണ് എന്ത്? ഉപാധികളില്ലാതെ കൊടുക്കുന്ന മഗ്ഫിറത്താണ് അഫ്വ് എന്ന് പറയണത്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ? തുഹിബുൽ അഫ്വ, അള്ളാഹ്ക്ക് ഇഷ്ടമാണത്. അത് നമുക്ക് ബോധ്യപ്പെടണം. അത് ഖുർആൻ പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. അള്ളാഹു അഫ്വാണെന്ന് ഖുർആൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു അഫ്വാണെന്ന് ഖുർആൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? 5 വട്ടം. എത്ര വട്ടം? 5 വട്ടം. ഒന്ന് സൂറത്ത് ഹജ്ജിൽ, ഒന്ന് സൂറത്ത് മുജാദിലയിൽ, 3 സൂറത്ത് നിസായില. മനസ്സിലായ? അള്ളാഹു അഫ്വാൻ. ഇന്നക്ക അള്ളാഹുമ ഇന്നക്ക അല്ലേ? അത് ഇപ്പം ഞാൻ പറയണേ ബഷീറാക്ക നിങ്ങൾ ഇങ്ങനത്തെ ആളാണ് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കത് ബോധ്യപ്പെടാതെ പറയാൻ പാടുണ്ടോ? ബഷീറാക്കാനെ പറ്റി എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ഞാൻ മോശമെന്ന് വിചാരിച്ചോളൂ ഞാൻ പറയുമ്പം എനിക്കത് ബോധ്യപ്പെടാതെ പറയാൻ പാടുണ്ടോ? പറഞ്ഞെന്തായി? കളവായില്ലേ? കളവായോ? ആയില്ലേ? അപ്പം അള്ളാഹുമ ഇന്നക അഫു എന്ന് പറയുമ്പം നീ അഫുവാണ്, തീർച്ചയായും നീ അഫുവാണ് അള്ളാഹ് എന്ന് പറയുമ്പം അള്ളാഹ് അഫുവാണെന്ന് ബോധ്യപ്പെടാതെ പറഞ്ഞാൽ കളവായില്ലേ? കളവാവോ? ആയി. അപ്പോൾ അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞതല്ലാതെ വല്ല വീറി നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അള്ളാഹിനെ പറ്റി അള്ളാഹ് അഫുവാണെന്ന് എവിടെയുള്ളത്? ഖുർആനിൽ കാണണ്ടേ? അതറിയാതെ നമ്മൾ പറഞ്ഞ നുണയില്ലേ? ഇത് തെറ്റുണ്ടോ ഞാൻ പറഞ്ഞില്ലേ? 5 സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞപ്പോൾ 4 സ്ഥലത്ത് അഫുവിൻ്റെ കൂടെ ഗഫൂർ എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? 4 സ്ഥലത്ത് അഫുവിൻ്റെ കൂടെ ഗഫൂർ എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് ഖദീർ എന്ന് പറഞ്ഞു. ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. അപ്പോൾ ഈ ആയത്തുകളൊക്കെ വായിച്ചു നോക്കിയാലേ അള്ളാഹ്ക്ക് മാപ്പ് കൊടുക്കൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കെന്തല്ല മാപ്പ് കൊടുക്കൽ? നമ്മൾ മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കാതെ പഠിച്ച നമുക്ക് മാപ്പ് തരുമോ? ഇല്ല. ഇനി ഈ അള്ളാഹു അഫുവാണെന്ന് പറഞ്ഞത് ഈ 5 ആയത്ത് ഞാൻ പറഞ്ഞില്ലേ, അതിൽ 3 സൂറത്ത് നിസായില. ഇങ്ങനെ നിസാ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾ എന്തിൻ്റെ പ്രതീക? സ്ത്രീകൾ എന്ന് പറഞ്ഞത് എന്തിൻ്റെ പ്രതീക? കുടുംബം. പിന്നെ മുജാദില എന്ന് പറഞ്ഞ സൂറത്തിൻ്റെ അർത്ഥം എന്താ? മുജാദില, സൂറത്ത് മുജാദില ഒരു പേരാ, സൂറത്തിൻ്റെ പേരാ. തർക്കിക്കുന്നവൾ. എന്താ അവൾ തർക്കിച്ചത്? ഒരു പെണ്ണ് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് തർക്കിച്ചു എന്നാ. എന്താ തർക്കിച്ചതെന്നറിയോ? അവളെ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ ഓളോട് പറയും ഈ എനിക്ക് എൻ്റെ അമ്മാൻ്റെ മാതിരിയാണെന്ന്. ലിഹാർ എന്നാണ് ആ ജാഹിലിയ്യത്തിലെ ദുഷിച്ച സമ്പ്രദായം ലിഹാർ. എന്നാൽ നമ്മൾ തമ്മിൽ ലൈംഗിക ബന്ധമില്ലയെന്ന്. പെണ്ണിന് ലൈംഗിക ബന്ധം തടയപ്പെടുന്നത് പെണ്ണിനെ ഉമ്മക്ക് തുല്യമാക്കുന്നതിന് സമ. പെണ്ണിനെ ഉമ്മക്ക് അള്ളാഹ് പറയാണ് ആ ആയത്ത് നോക്കിയേ, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. നബിയെ നിങ്ങളെ സംഭാഷണം അള്ളാഹ് കേട്ടിട്ടുണ്ട് എന്ന്. അള്ളാഹ് കേട്ടിട്ടുണ്ട്. ഒരു പെണ്ണ് വന്നിട്ട് പറയാം റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറയണു. എന്നിട്ട് ആ ആയത്തിൽ എന്താ പറയാ? പ്രസവിച്ച പെണ്ണ് മാത്രമാണ് ഉമ്മ. ഭാര്യനെ ഇതിൻ്റെ അമ്മാനെ പോലെ എന്ന് പറയാൻ പാടില്ല. എത്ര സ്നേഹം കൂടിയാലും പറയാൻ പാടില്ല. ചില ആൾക്കാർ പറയും എൻ്റെ പെണ്ണുങ്ങൾ എനിക്ക് എൻ്റെ അമ്മയാണ്, എൻ്റെ പെങ്ങളുമാണ്. അങ്ങനെ ചില ആൾക്കാർ പറയാം കൂടിയിട്ട് ഓവറായിട്ട് എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ അമ്മയാണ്, എൻ്റെ പെങ്ങളുമാണ്, എൻ്റെ മോളുമാണ് എന്നൊക്കെ പറയും. മോളേന്നൊക്കെ വിളിക്കും പെണ്ണുങ്ങളെ ചില ആൾക്കാർ, മോളേന്ന്. അള്ളാഹ് പറയാണ് പ്രസവിച്ച ആ ആയത്തിൽ കാണാം, പ്രസവിച്ചവൾ ആരാണോ അവൾ മാത്രമാണ് ഉമ്മ.
ആയത്തിലുണ്ട്. അപ്പോൾ ഇനി ഇതെന്ത് വിഷയം എന്താ പറയുക, അതിന് ആ ആയത്തിൽ അള്ളാഹ് പറയണത് അള്ളാഹു അഫുവൻ ഗഫൂർ ആണെന്ന്. അതായത് എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദേഷ്യം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധമില്ല ജി. എത്ര കേസുകൾ അങ്ങനെ ഉണ്ട് നിങ്ങൾ. എന്താ വെച്ചാൽ ത്വലാക്ക് നടന്നിട്ടില്ല, എന്നാൽ ത്വലാക്ക് പോലെയുള്ള ജീവിതമാണ്, അതിനേക്കാളും പ്രയാസമുള്ള ജീവിതമാണ്. ദാമ്പത്യ ബന്ധം നടക്കണില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ ബന്ധം നടക്കണില്ല, വർഷങ്ങളായിട്ട് നടക്കണില്ല. ഒരാണും പെണ്ണുമായിട്ട് അങ്ങനെ നാട്ടുകാരെ മുന്നിലും കുടുംബക്കാരെ മുന്നിലും വീട്ടുകാരെ മുന്നിലൊക്കെ കുഴപ്പമൊന്നുമില്ല, രണ്ടാളും ഒരുമിച്ച് തന്നെ. പക്ഷേ അവിടെ ബന്ധങ്ങളൊന്നുമില്ല. എന്താ പ്രശ്നം? നിങ്ങൾ ആയത്തിലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഒരു പെണ്ണിൻ്റെ അടുക്കൽ തെറ്റുപറ്റി, പെണ്ണിന് തെറ്റുപറ്റി, എന്തോ ഒരു അബദ്ധം അവൾക്ക് സംഭവിച്ചു. ആ സംഭവിച്ച വിഷയത്തിൽ ആ പെണ്ണിന് ഇവൻ മാപ്പേ കൊടുക്കുന്നില്ല, എന്നാൽ അവളെ സ്വതന്ത്രമായിട്ട് വിടുന്നില്ല. അങ്ങനെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തുക. അവളുടെ അടുക്കൽ വന്ന അബദ്ധമായതുകൊണ്ട് അവൾക്കത് ഓളെ സ്വന്തം വീട്ടിൽ പോലും പറയാൻ പറ്റൂല. ഭർത്താവ് അറിഞ്ഞു, ഭർത്താവ് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഭർത്താവ് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ജീവിതം അതോടുകൂടി ആ വിഷയത്തോടുകൂടി ഊലമ്മുള്ള ബന്ധം മുറിഞ്ഞു. പിന്നെ മക്കൾ 4, 5, 6 മക്കളൊക്കെ ഉണ്ട്. ആ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോണു. ആ മക്കൾക്കൊരു വാപ്പി ഇമ്മയായിട്ട് പോകണം. മക്കൾക്കൊരു വാപ്പി ഇമ്മയായിട്ട് മാത്രം. അവർക്ക് പരസ്പരം ഭാര്യാഭർത്ത ബന്ധമില്ല. പെണ്ണിൻ്റെ അബദ്ധമായതുകൊണ്ട് ഓളെ വീട്ടിലും പറഞ്ഞിട്ടില്ല. വർഷങ്ങളായിട്ട് അങ്ങനെ പോവുക. മാപ്പ് ഒന്ന് പുഞ്ചിരിച്ച് ഞാൻ എനിക്ക് മാപ്പാക്കി തന്നു എന്ന് പറയുന്ന ഒരു ദിവസത്തെ കൊതിച്ചുകൊണ്ടാണ് ആ പെണ്ണ് ജീവിക്കണത് വർഷങ്ങളായിട്ട്. എന്നിട്ട് ഒരു മാപ്പിന് വേണ്ടി യാചിച്ച് ഒരു മാപ്പ് തരണമെന്ന് എനിക്ക് പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കാത്ത ഇവൻ പള്ളിയിൽ ഇരുന്നുങ്ങാണ്ട് ഇന്നക്ക അഫുവിൻ തുഹിബുൽ അഫു എന്ന് പറഞ്ഞാൽ പടച്ചോൻ സ്വീകരിക്കോ? ഇല്ല. ഇത് നേരെ തിരിച്ചും. ഒരാണിനൊരു അബദ്ധം പറ്റിപ്പോയി, ഒരാണിനൊരു അബദ്ധം പറ്റി, അത് അവൾ കണ്ടുപിടിച്ചു. ഇവൻ പറഞ്ഞു പറ്റിപ്പോയതാണ്, ഇനി മേലിൽ ആവർത്തിക്കൂല ഈ മാപ്പാക്ക്. എൻ്റെ അടുത്തേക്ക് ഇനി ഒരു സംഗതിക്ക് ഇങ്ങോട്ട് വരണ്ടെന്നാണ്. അറയിൽക്ക് എൻ്റെ അടുത്തേക്ക് ഒരു സംഗതി പറഞ്ഞു വരണ്ട. വർഷങ്ങളായിട്ട് ഇവനെ അകറ്റി നിർത്തിക്കുക. ആ സാധു അവൻ്റെ അടുക്കൽ വന്ന പ്രശ്നമായതുകൊണ്ട്, ഇത് മക്കളറിഞ്ഞ പ്രശ്നം, കുടുംബം അറിഞ്ഞ പ്രശ്നം, അവനെ ആരോടും പറയാതെ ഈ അറക്കുള്ളിൽ ഇവളെ ആട്ടും തുപ്പും കെട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുക. ഇവളെ തൊടാൻ ഓള് സമ്മതിക്കൂല. എത്രയോ നാളുകൾ ഇവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സാരല്ല എന്നൊന്ന് പറഞ്ഞ് എനിക്ക് മാപ്പ് തരും എന്ന് പ്രതീക്ഷിച്ച് അതാഗ്രഹിച്ച് വർഷങ്ങളായിട്ട് അവൻ ജീവിക്കുകയാണ്. പക്ഷേ ഇവൾ മാപ്പ് കൊടുത്തിട്ടില്ല. ഈ മാപ്പ് കൊടുക്കാത്ത ഇവള് നിസ്കാരക്കുപ്പായിട്ട് മുസലിയിൽ ഇരുന്നുങ്ങാണ്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരുന്ന് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ എന്ന് സ്വീകരിക്കോ? പഠിച്ചവൻ സ്വീകരിക്കോ? ഇല്ല. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോടാ പറയും, സ്വന്തം മോളെ പറ്റി അപരാധം പറഞ്ഞപ്പോൾ ഞാൻ ഇനി നന്മൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറയാണ്, മാപ്പ് കൊടുക്ക് അബൂബക്കറെ, മാപ്പ് കൊടുക്കുക. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. സ്വന്തം മോളെ പറ്റിയിട്ട് അപവാദം പറഞ്ഞ് പരത്തിയ ഒരാൾക്കാണ് ഇനി ഞാൻ സഹായം ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ ആയത്തിറങ്ങി. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തിറങ്ങി, നിങ്ങൾ ആഗ്രഹിക്കണില്ലേ? വല്യഅഫൂ, മാപ്പ് കൊടുക്കണം നിങ്ങൾ, വല്യസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യണം. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത് അലാ തുഹിബ്ബൂന യഗ്ഫിറ, അള്ളാഹ് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അള്ളാഹുലേക്ക് കൈ ഉയർത്തി അത് പറയുമ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മഗ്ഫിറത്തിനും മീതെയാണെന്ത് അഫുവുള്ളത്. അതാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. പരലോകത്ത് നമുക്ക് അത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ അല്ലേ ഈ പ്രാർത്ഥന. എന്താ ഒരു സ്പെഷ്യൽ അല്ലേ? ആണോ? അതായത് ഈ ലൈലത്തുൽ ഖദർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇപ്പം നമ്മളെ പെരിയിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലെപ്പോഴാണ്?
അല്ലേ? ആരെങ്കിലുമൊക്കെ ഒരു 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 പ്രത്യേക ദിനം ഉണ്ടാകുമ്പോഴല്ലേ മോള് കെട്ടിച്ചു കൊടുത്ത് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മക്കൾ വരിക, അങ്ങനെ എന്തെങ്കിലും വിഷയ സൽക്കാരമൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ സ്പെഷ്യലായിട്ട്. അപ്പോൾ സ്പെഷ്യലായിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഏത് പറഞ്ഞു കൊടുത്തത്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ മുല്ലഫാഫൻ. ഇപ്പോൾ പരലോകത്ത് നമുക്കത് ആവശ്യമാണ്. അത് നമ്മൾ തിരിച്ചറിവുണ്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരെന്നുള്ള ആൾക്ക് നമുക്ക് ആ ഒരു ബോധത്തോട് കൂടിയിട്ട് നമ്മൾ പറയണം. ശരി, അപ്പം സ്വന്തത്തെ എന്ത് ചെയ്യരുത്? മറക്കരുത്. അവനവൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള രൂപം വേണം. എല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ട് അവസാനം നമ്മളെ കാര്യം മറന്നു പോണ ഒരവസ്ഥയിലേക്ക് എത്തരുത്, സൂക്ഷിക്കണം. ഇനി അടുത്തത് എത്ര കാര്യം ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞത്? നാലാമത്തെ കാര്യം അള്ളാനെ മറക്കരുത്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് 1 ദുനിയാവിലെ നസീബ്, 2 ഫضല്, 3 സ്വന്തത്തെ, 4 അള്ളാനെ മറക്കരുത്. അൻപത്തി 59 അധ്യായം മറിച്ചോളി. 59 ഏതാ സൂറത്ത്? സൂറത്തുൽ ഹശ്റായിരിക്കും അല്ലേ? 59, അതെ, സൂറത്തുൽ ഹശ്ർ. അതിലെ 18 മുതലുള്ള ആയത്ത്. ഓതിക്കോളെ. സാധാരണ ഓതാറുള്ള നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്തുകളാണ്. അർത്ഥം പറയേണ്ട കാര്യം ഉണ്ടാവില്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, മുഅ്മിനീങ്ങളെ അള്ളാഹനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, എന്താ അർത്ഥം? നാളേക്ക് വേണ്ടി
എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കട്ടെ. ചിന്തിക്കലുണ്ടോ? ഈ ആയത്തൊക്കെ വെറുതെ ഊതി പോകാനുള്ളതല്ല, തദബ്ബുർ ചെയ്യാനുള്ളതാണ്, ചിന്ത ഉണരാനുള്ളതാണ്. ഒരായത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള തദബ്ബുർ ഉണ്ടാവണം. മനസ്സിലായില്ലേ? നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നാളെ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ എന്താ അയച്ചേ? ഞായറാഴ്ച. ഇന്ന് ഒരു പക്ഷേ നമ്മൾ അവസാന ദിവസമാകാം. ആ വാക്ക് നോക്കി നിങ്ങൾ. ഭാവിയിലേക്ക് വേണ്ടി എന്നുള്ള പറഞ്ഞോ? ഇല്ല, ഭാവിയിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ സമയമില്ല എന്നർത്ഥം. സമയമില്ല എന്നാണ്. നാളെ നമ്മളെ പെരിയൊരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഇവിടെ കിട്ടുമോ? ഇല്ല. എന്താ കാരണം? ഇനി സമയമില്ല അല്ലേ? അങ്ങനെയല്ലേ? നാളെ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും അല്ല പറയാം ഒത്തക്കുള്ള, 2 വട്ടം അല്ല പറഞ്ഞത്. അതാണ് യാ യുഹലദിന ആമനത്തക്കുള്ള എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും തക്കുള്ള. എന്നിട്ട് അല്ല പറഞ്ഞ വാക്കെന്താ അറിയോ? ഇന്നല്ലാഹ ഖബീറും ബിമാ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണ്ടോ അത് മുഴുവനും കൃത്യമായി ആരറിയും? സൂക്ഷ്മമായി അല്ലാഹു അറിയും. വല്ലാത്തൊരു വാക്കല്ലേ? എന്നിട്ട് പറയാ വലാ തക്കൂനു കല്ലദിന നസുല്ല, അള്ളാനെ മറന്നവരെ പോലെ ആവരുത്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 4-ാമത്തെ കാര്യം അള്ളാനെ മറക്കരുത്. അള്ളാനെ മറക്കരുത്. വലാ തക്കൂനു കല്ലദിന നസുല്ല, അള്ളാനെ മറന്നുകൊണ്ടുള്ള ജീവിതം ജീവിക്കുന്നവരെ പോലെ ആവരുത്. അങ്ങനെ ആയ എന്താ കുഴപ്പം? അൻസാഹും അംഫുസഹും, അവർ സ്വന്തത്തെ തന്നെയാണ് മറന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടീനെ അങ്ങാടിയിലിട്ട് മറന്നു പോന്നു വിചാരിക്കുക. സ്വന്തം കുട്ടീനെ അങ്ങാടിയിട്ട് മറന്നു പോന്നു. എങ്ങനെയാണ്? നമ്മളെ തടി അങ്ങാടിയിട്ട് മറന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ? വേണ്ടപ്പെട്ടവരെ പറ്റി ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ കുട്ടീനേക്കാൾ ഇഷ്ടമാണ് ആരെ? അള്ളാനെ. എന്നിട്ട് ആ അള്ളാനെ നമ്മൾ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. സ്വന്തത്തെ മറന്നവരെ പോലെയാണ്. ബാക്കി ലാ യസ്തവി അസ്ഹാബുൻ നാരി വസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരും നരകക്കാരും സമല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ വേണം. ഖുർആൻ ഒരു മലക്ക് മുകളിൽ ഇറങ്ങിയാൽ ആ മല വരെ തകർന്നു പോകും പടച്ചോനെ പേടിച്ചിട്ട്. ഖുർആൻ പഠിക്കണ ഹൃദയത്തിൽ അള്ളാഹിനെക്കുറിച്ച് പേടിയുണ്ടാവുള്ളൂ. അതാണ് ഞാൻ ഫുള്ള് വായിക്കണില്ല. ഇതിന് ശേഷമുള്ള അള്ളാഹിൻ്റെ നാമഗുണ വിശേഷണങ്ങളാണ്. അള്ളാഹ് ആരാണ്? ആലിമുൽ ഗൈബ് വശഹാദയാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല റഹ്മാനാണ്, റഹീമാണ്, മലിക്കാണ്, ഖുദ്ദൂസാണ്, സലാമാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്, അസീസാണ്, ജബ്ബാറാണ്, മുതക്കബ്ബിറാണ്, ഖാലിഖാണ്, ബാരിആണ്, മുസവ്വിറാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അസീസാണ്, ഹക്കീമാണ്. അങ്ങനെ അള്ളാഹിൻ്റെ നാമങ്ങൾ ഇങ്ങനെ എണ്ണിയിട്ട് പറയാം. മറക്കണ്ട. എങ്ങനെ? ഒരു പേര് ഓക്കെ, അയാളെ മറക്കരുതിട്ടാന്ന് പറയാം, ആ പേര് മറക്കരുതിട്ടാന്ന്. ഇത് ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞുതരാം. അള്ളാൻ്റെ ആ പേരുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. ആ അള്ളാനെ മറക്കണ്ടാന്ന്. മറന്നുള്ള ജീവിതം വേണ്ട. കാരണം അങ്ങോട്ടാ തിരിച്ച് പോകാനുള്ളത്. മടക്കം അവിടേക്കാണ്. ആ അള്ളാനെ മറന്നുള്ള ജീവിതം ഉണ്ടാകേണ്ട. ഒരു നിമിഷ നേരം പോലും ജീവിതത്തിൽ പടച്ചോനെ മറന്നുള്ള ജീവിതം ഉണ്ടാകും. അതാണ് ഓരോ സന്ദർഭത്തിലും ഈ മറക്കരുതെന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് എന്താ? മറക്കരുതെന്ന് പറഞ്ഞതിൻ്റെ വിപരീതം എന്താ? മറക്കുക എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണം എന്താ? ഓർക്കുക എന്നാണ്. അല്ല, അതിൻ്റെ അറബി എന്താ? ദിക്റാണ്. അതാണ് ഓരോ ഘട്ടത്തിലും അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹനെ ഓർക്കുകയാണത്, അള്ളാഹനെ സ്മരിക്കുകയാണ്. ഇതില്ലാത്ത ജീവിതമാണ് ഇങ്ങനെ അള്ളാഹനെ മറന്നുള്ള ജീവിതം. അതുണ്ടാകാൻ പാടില്ല എന്നതാണ്. അപ്പം നാളെ പരലോകത്ത് റബ്ബന ലാ തുആഖിദ്നാ, അപ്പം ആ മറന്ന കൂട്ടത്തിൽ എന്തുണ്ടാവും? നമ്മൾ പലപ്പോഴും ആരെ മറന്നിട്ടുണ്ട്? അള്ളാഹനെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ട് പുറത്ത് മാഫാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. അടുത്ത ശനിയാഴ്ച പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, പിന്നെ നമ്മളെ സെൻറ്ററായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ചിലവുകൾക്കൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള സഹായങ്ങൾ കാര്യമായിട്ട് എല്ലാവരും ചെയ്യണം എന്ന്
ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും സാക്ഷികളാകാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാളെ ക്ലാസ് ഉണ്ടാവും. നാളത്തെ ഞായറാഴ്ചയിലെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമാക്കി ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു മാറ്റിത്തരട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് നാളെ നമ്മളെ ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാക്കി മാറ്റിത്തരട്ടെ. നമ്മളെ കൂട്ടത്തിൽ ഇതേപോലെ ഖുർആൻ പഠിതാക്കളായി നമ്മളെ കൂട്ടത്തിൽ ഇരുന്നിരുന്ന പലരുണ്ട്. പലരും മരണപ്പെട്ടു പോയി. അള്ളാഹുത്തല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുത്തല അവിടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പല ആളുകളും യാത്രയിലും ആശുപത്രികളിലും ഒക്കെയാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും ശമനവും എളുപ്പവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്നത് വരെ ഖുർആനിൻ്റെ ഒരു പഠിതാവായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, യുദ്ധത്തിൻ്റെ കെടുതികളുണ്ട്. പലർക്കും വീടുകളും സ്ഥാപനങ്ങളും ജോലികളും എല്ലാം പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. പല മാർക്കറ്റുകളിലും ഉൽപ്പാദിപ്പിക്കപ്പെട്ട പല വസ്തുക്കളും കേടുവന്ന് ഭക്ഷണ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് ലോകത്തിന് അള്ളാഹു മോചനം പ്രദാനം ചെയ്യട്ടെ. നാടിൻ്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു നല്ല ചിന്തയെയും മനസ്സിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു തആല ആ പ്രതിസന്ധിയിൽ നമുക്ക് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് അള്ളാഹു അമ്നും സലാമത്തും അള്ളാഹു നിർഭയത്വവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.